Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷനിൽ ബികോമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ പ്രോബ്ലം ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ പ്രോബ്ലം ആണ്. സോ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ചും കൂടി നല്ല അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. സോ വലിയ പ്രോബ്ലം ആയതുകൊണ്ട് അതിന്റെ പിക്ക് ഞാൻ ആക്ച്വലി ഈ ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട്. സോ എല്ലാവരും ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസിലോട്ട് പോയിട്ട് നമുക്ക് ആൻസറിലോട്ട് പോവാം. ഓക്കെ, സോ പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് at the end of 2015 and 16 തന്നിട്ടുണ്ട്. 2 years ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ലയബിലിറ്റി സൈഡ് നോക്കിയാൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രീമിയം ഉണ്ട്, റിസർവ്, പി ആൻഡ് എൽ, ഡിബഞ്ചേഴ്സ്. ദെൻ രണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് അസറ്റ് സൈഡിലാണെങ്കിലും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ദെൻ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. A plan purchased for rupees 8,000, depreciation 4,000 ആണ്. ആ പ്ലാന്റ് 1,600 rupeesന് സെയിൽ ചെയ്തു. Then on 30th June 2016 an item of furniture was purchased for rupees 4,000 പറഞ്ഞിട്ടുണ്ട്. Then there were only transactions concerning fixed asset during 2016. ഒരു ഡിവിഡൻഡ് 22.5% ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് ഒറിജിനൽ ഷെയർസിന്. സോ ഇത്ര ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ബേസിൽ നമ്മുടെ അടുത്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പറേഷൻ ആണ്. സോ നമുക്ക് ഈ പ്രോബ്ലത്തില് 2 ഇയേഴ്സിന്റെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പില് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ 2 ഇയേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നമ്മളിവിടെ നോക്കണം. അപ്പോൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പറേഷനിൽ ഒരു കാരണവശാലും അവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ ആ ആൻസറിലോട്ട് പോണേക്കാൾ മുമ്പ് ഇതിന്റെ ബേസിക്സ് പറയാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. ഇതാണ് ഫസ്റ്റ്. ദെൻ ഇൻ ദി കേസ് ഓഫ് കറന്റ് ലയബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി, കറന്റ് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ നമുക്ക് പ്രോബ്ലത്തിൽ നോക്കിയാൽ കറന്റ് അസറ്റ്സ് ആയിട്ട് ഏതൊക്കെ വരണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് എഴുതി തുടങ്ങാം. സോ ആദ്യം ഇവിടെ എഴുതാം കറന്റ് അസറ്റ്സ്. സോ നമുക്ക് പ്രോബ്ലത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കറന്റ് അസറ്റ് ആയിട്ട് ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് ഡെറ്റേഴ്സ് ആണ്. സോ ആദ്യം എഴുതാ ഡെറ്റേഴ്സ്. സോ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഫസ്റ്റ് ഇയർ 60,000 പറഞ്ഞിട്ടുണ്ട്. 2015 60,000 റുപ്പീസ്. 2016 നോക്കിയാൽ അറിയാം 1,40,000 റുപ്പീസ്. 1,40,000 റുപ്പീസ് ആണ് 2016. ദാറ്റ് മീൻസ് അവിടെ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ആണ്. സോ കറന്റ് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി. സോ എത്ര കണ്ടു കൂടി? 80,000 റുപ്പീസ് കൂടി. ഓക്കെ, സോ അവിടെ ഡെറ്റേഴ്സ് 80,000 ആണ് കൂടിയിരിക്കുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റലിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ട്. ഫസ്റ്റ് ഐറ്റം ഫിനിഷ്ഡ്. സെക്കൻഡ് വൺ സ്റ്റോക്ക് ആണ്. സോ സ്റ്റോക്കിന്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് 1,20,000 ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിൽ 1,30,000 റുപ്പീസ് ആണ്. ദാറ്റ് മീൻസ് അവിടെയും 10,000 റുപ്പീസ് കറന്റ് അസറ്റ് ഇൻക്രീസ് ആണ്. ദാറ്റ് മീൻസ് കറന്റ് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി. സോ അഗൈൻ 10,000 റുപ്പീസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ആണ്. അവിടെ കറന്റ് അസറ്റ് ആയിട്ട് അടുത്ത് നമുക്ക് കാണാനുള്ള. സോ ക്യാഷ് ഫസ്റ്റ് ഇയർ 60,000 റുപ്പീസ്, സെക്കൻഡ് ഇയർ അത് 90,000 റുപ്പീസ് ആയിട്ട് കൂടി. സോ അവിടെയും കറന്റ് അസറ്റ് ഇൻക്രീസ് ആണ്. സോ ചേഞ്ചസ് 30,000 അത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് കാണിക്കുക. സോ നമ്മളിപ്പോ ഈ പ്രോബ്ലത്തില് 3
കറണ്ട് അസറ്റും ഇൻക്രീസ് ആണ്. സോ മൂന്നെണ്ണത്തിന്റെ എമൗണ്ട് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ കാണിച്ചു. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കറണ്ട് അസറ്റ് ടോട്ടൽ ചെയ്യണം. സോ ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്രയാണെന്നുള്ളത് നോക്കണം. സോ 2015 നോക്കുന്ന സമയത്ത് അവിടെ 2,40,000 റുപ്പീസ് ആണ് 2015 വരുന്നത്. ദെൻ 2016 വരുമ്പോ 3,60,000 റുപ്പീസ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് കറണ്ട് അസറ്റ് ടോട്ടൽ കിട്ടി. അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണ്? എഴുതാ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, സോ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഇവിടെ നോക്കാം. നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് ആദ്യം കാണാനുണ്ട്. അപ്പോ എഴുതാ ക്രെഡിറ്റേഴ്സ്. സോ ക്രെഡിറ്റേഴ്സ് ഫസ്റ്റ് ഇയറില് 1,72,000 സെക്കൻഡ് ഇയറിൽ ഇവിടെ 1,90,000 റുപ്പീസ് ആണ്. 1,90,000 റുപ്പീസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കറണ്ട് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. സോ എത്ര കണ്ട് കുറയും? അതിന്റെ ഡിഫറൻസ് നോക്കിയേ, 18,000 റുപ്പീസ് ആണ് ഡിഫറൻസ് വരുന്നത്. സോ ഇവിടെ കറണ്ട് ലയബിലിറ്റി കൂടി. സോ നാച്ചുറലി 18,000 അവിടെ ഡിക്രീസ് കോളത്തിലാണ് കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് നെക്സ്റ്റ് അവിടെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 പ്രൊവിഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്, ദെൻ ഫർണിച്ചർ, പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തില് പ്രൊവിഷന്റെ ട്രീറ്റ്മെന്റ് വന്നപ്പോൾ നമ്മൾ അവിടെ ടാക്സേഷൻ ഉണ്ടായിരുന്നു. 2 ഇയേഴ്സിന്റെ പ്രൊവിഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, ടാക്സ് പെയ്ഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അക്കൗണ്ട് വരച്ച് അതിന്റെ ബാലൻസ് നോൺ ഫണ്ട് ആയിട്ട് കൺസിഡർ ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റഡ് പി ആൻഡ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്തത്. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കുമ്പോൾ 3 പ്രൊവിഷൻ ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. അപ്പോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റിനാവട്ടെ ഫർണിച്ചറിനാവട്ടെ ഇതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഓൺ ദി അതർ ഹാൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷന് അവിടെ ടാക്സ് പെയ്ഡോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അതിനെ ജസ്റ്റ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ നോ പ്രോബ്ലം. വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല, ടാക്സ് പെയ്ഡോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ അവിടെ അതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്താൽ മതി. സോ അങ്ങനെയാകുമ്പോൾ നെക്സ്റ്റ് ഐറ്റം ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആണ്. സോ നെക്സ്റ്റ് എഴുതാ പ്രൊവിഷൻ ഫോർ ടാക്സ്. അപ്പൊ 2 ഇയേഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ അവിടെ വരുന്നത് 40,000 റുപ്പീസ് ആണ് ഫസ്റ്റ് ഇയർ വരുന്നത്. സെക്കൻഡ് ഇയർ അത് 60,000 റുപ്പീസ് ആയിട്ട് കൂടി. അപ്പൊ അവിടെയും കറണ്ട് ലയബിലിറ്റി കൂടി. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. എത്ര കണ്ട് കുറയും? 20,000 റുപ്പീസ് കുറയും. ഓക്കെ, സോ ഈ 2 ഐറ്റംസ് ആണ് നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ ചെയ്യുക കറണ്ട് ലയബിലിറ്റി. സോ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. സോ ഇവിടെ 2015 നോക്കുമ്പോൾ ടോട്ടൽ 2,12,000 റുപ്പീസ് ആണ് വരുന്നത്. ദെൻ 2016 പോകുമ്പോൾ 2,50,000 റുപ്പീസ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് കറണ്ട് അസറ്റ് ടോട്ടൽ കിട്ടി, കറണ്ട് ലയബിലിറ്റി ടോട്ടൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് എന്താണ് സ്റ്റെപ്പ്? വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ ആണ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ 2015 2,40,000 ആണ് കറണ്ട് അസറ്റ്. 2015 കറണ്ട് ലയബിലിറ്റി 2,12,000 ആണ്. സോ 2,40,000 മൈനസ് 2,12,000. സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 28,000 റുപ്പീസ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ദെൻ സെക്കൻഡ് ഇയറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് ഇയറിൽ 2016 3,60,000 കറണ്ട് അസറ്റ് ടോട്ടല്, 2,50,000 കറണ്ട് ലയബിലിറ്റി ടോട്ടല്. സോ ഡിഫറൻസ് 3,60,000 മൈനസ് 2,50,000, 1,10,000 റുപ്പീസ് ആണ് അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ വരാം. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 28,000 2015 ഉണ്ടായിരുന്നത് 2016 ആയപ്പോ 1,10,000 ആയിട്ട് കൂടി. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് അല്ലേ? അപ്പൊ നെക്സ്റ്റ് എഴുതാ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സോ എത്രയാണ് ഡിഫറൻസ്? ഇൻക്രീസ് എമൗണ്ട് വരാം
82,000 rupees ആണ്. അപ്പോൾ അത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യലാണ്. സോ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിക്രീസ് കോളത്തിലാണ് കാണിക്കുക. സോ നേരെ അത് 82,000 ഡിക്രീസ് കോളത്തിൽ കാണിച്ചു. ഫൈനലി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ടോട്ടൽ ചെയ്യാം. ഇപ്പൊ ഇവിടെ എന്ത് വരും? 1,10,000. Then next day ഇവിടെയും 1,10,000 rupees. Then ഇവിടെ ആവുമ്പോൾ ടോട്ടൽ വരുന്നത് 1,20,000 rupees. Again 1,20,000 rupees. Okay. So നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ്ഡ്. നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് കിട്ടിയത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയാൽ അത് ആപ്ലിക്കേഷൻ സൈഡിലാണ് കാണിക്കുക ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനിൽ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് കൺസിഡർ ചെയ്ത് നോൺ കറന്റ് അസറ്റ്സിന്റെയും നോൺ കറന്റ് ലൈബിലിറ്റീസിന്റെയും അക്കൗണ്ട് വരച്ച് എന്തൊക്കെയാണ് അവിടെ പർച്ചേസസ് ഉണ്ടോ സെയിൽസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതുമാത്രമല്ല അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നോൺ ഫണ്ട് ആയിട്ട് ഏതെങ്കിലും ഐറ്റംസ് കണ്ടുപിടിക്കാനുണ്ടോ. ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ഉണ്ട്, ഫേർണിച്ചർ ഉണ്ട്. അപ്പോൾ ഈ ഐറ്റംസിന്റെ ഒക്കെ അക്കൗണ്ട് വരയ്ക്കലാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ അഡ്ജസ്റ്റ്മെന്റ്സ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നോൺ കറന്റ് അസറ്റ് ആയിട്ട് ഫിക്സഡ് അസറ്റ് ആയിട്ട് പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത്. സോ പ്ലാന്റിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, ദെൻ അഡ്ജസ്റ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നോക്കാം. സോ പ്ലാന്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. സോ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 2,08,000 rupees ആണ്. സോ എഴുതാ ടു ബാലൻസ് brought down 2,08,000 rupees. ഓക്കെ. Then next closing balance പറഞ്ഞിട്ടുള്ളത് 2 lakh rupees ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം by balance carried down 2 lakh rupees. ഓക്കെ. സോ ഇതാണ് നമുക്ക് എമൗണ്ട് പറഞ്ഞിരിക്കണം. സോ ഇനി എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിരിക്കണം നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്, ഈ പറഞ്ഞ പ്ലാന്റില് ഒരു 8,000 വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയണത് എ പ്ലാൻ പർച്ചേസ്ഡ് ഫോർ ₹8,000, 8,000 രൂപയാണ് വാല്യൂ. ദെൻ അതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4,000 rupees ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അത് 1,600 rupeesന് അത് സെയിൽ ചെയ്തു. സോ ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് നെക്സ്റ്റ് കാണിക്കാനുള്ളത്. അപ്പൊ എന്താണ് പറയുന്നത്? 8,000 rupees വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4,000 രൂപയാണ്. സോ 8,000 രൂപയുള്ള പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ 4,000 രൂപയാണെങ്കിൽ അത്ര കണ്ട അതിന്റെ വാല്യൂ കുറയില്ലേ? 8,000 രൂപയാണ് അതിന്റെ വാല്യൂ. 4,000 രൂപ ഡിപ്രീസിയേഷൻ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്ര കണ്ട് കുറയും? അപ്പോ ആക്ച്വലി 4,000 രൂപയാണ് ഇപ്പൊ അതിന്റെ വാല്യൂ. 4,000 രൂപ വാല്യൂ ഉള്ളത് നമ്മൾ 1,600 രൂപയ്ക്ക് വിറ്റു. 1,600 രൂപയ്ക്ക് വിറ്റു. ദാറ്റ് മീൻസ് നമുക്ക് 2,400 രൂപ അവിടെ നഷ്ടമാണ്. ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കണം അല്ലെ. 8,000 rupees വാല്യൂ ഉള്ളത്, 4,000 രൂപ ഡിപ്രീസിയേഷൻ. ദാറ്റ് മീൻസ് അപ്പോൾ 4,000 രൂപയാണ് അതിന്റെ വാല്യൂ. ആ 4,000 വാല്യൂ ഉള്ളത് 1,600 rupeesന് അത് നമ്മൾ സെയിൽ ചെയ്തു. സോ 2,400 rupees അവിടെ നഷ്ടമാണ്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ടിലോട്ട് കാണിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എഴുതേണ്ട ഡിപ്രീസിയേഷൻ 4,000 ഉണ്ട്. അപ്പൊ ഡിപ്രീസിയേഷനെ ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ 4,000 rupees. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞാണ് എൻട്രി എന്താണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്ലാന്റ് ആണ്. സോ പ്ലാന്റ് അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ 4,000. ഇനി 1,600 ആണ് നമ്മൾ വിറ്റേ. അപ്പൊ എന്താണ് പൈസ കിട്ടാണ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്ലാന്റ് ആണ് അവിടെ എൻട്രി വരാ. സോ എന്ത് ചെയ്താ ബൈ ക്യാഷ് 1,600 rupees. 1,600 rupees. അപ്പൊ അതെന്താണ് സെയിലാണ്. ബ്രാക്കറ്റിൽ എഴുതാ സെയിൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് 2,400 രൂപയുടെ നഷ്ടമാണ്. അപ്പോ പി ആൻഡിലാണ് നമ്മൾ നഷ്ടം കാണിക്കണ്ടേ. സോ നഷ്ടം പി ആൻഡിൽ ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പൊ എന്താണ് സാധാരണ എൻട്രി കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടു അല്ലെ, പ്ലാന്റ് ആണ്. സോ പ്ലാന്റ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ പി ആൻഡ് എൽ നഷ്ടം പി ആൻഡ് എൽ അക്കൗണ്ട്
ലോസ് ആണ്, ലോസ് ഓൺ സെയിൽ, ലോസ് ഓൺ സെയിൽ. അപ്പോ ഇതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 2400 രൂപ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ചേഞ്ചസ്, ഇനി അഡീഷണൽ ആയിട്ട് പർച്ചേസോ സെയിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നത്. സോ ഡെബിറ്റ് സൈഡ് ടോട്ടൽ 2,08,000 ആണ് വരുന്നത്. സോ ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോഴും അവിടെ ടോട്ടൽ വരുന്നത് 2,08,000 റുപ്പീസ് ആണ്. ദാറ്റ് മീൻസ് ഈ കേസില് പ്ലാന്റില് പിന്നെ വേറെ പർച്ചേസോ സെയിലോ ഒന്നും ഇല്ല. നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയി. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ ലയബിലിറ്റി സൈഡില് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ അക്കൗണ്ട് വരച്ച് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. സോ ഓപ്പണിംഗ് ബാലൻസ് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. സോ ആദ്യം എഴുതുക ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് 1 lakh rupees ആണ്, 1 lakh rupees. ഓക്കെ, ഇനി ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിരിക്കുന്നത് 1,12,000 rupees ആണ്. ടു ബാലൻസ് carry down 1,12,000 rupees. ഇനി നമ്മൾ ഇവിടെ ഒരു ഡിപ്രീസിയേഷന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എത്രയാണ്? 4,000 rupees ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റിംഗ് എവിടെ വരും? ഇവിടെ വരും. ഇവിടെ എന്താണ് എൻട്രി? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പ്ലാന്റ് ആണ്. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എന്ത് വരും? ടു പ്ലാന്റ് അല്ലെ. ഡിപ്രീസിയേഷൻ ടു പ്ലാന്റ് ആണ് എൻട്രി. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ടു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് 4,000 rupees കാണിക്കണം. ഓക്കെ അല്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. സോ ഈ രണ്ട് ഐറ്റംസ്, ഈ 3 ഐറ്റംസ് ആണ് ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സോ ഇവിടെ 1,16,000 ആണ് ടോട്ടൽ വരുന്നത്. ഇവിടെ 1,16,000 rupees. സോ ബാലൻസ് വരുന്നത് 16,000 rupees ആണ്. ഈ എമൗണ്ട് എവിടേക്ക് പോവും? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് പോവും. സോ നെക്സ്റ്റ് എഴുതാ ബൈ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ 16,000 മാറും, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 അക്കൗണ്ട്സ് വരച്ചു. അഡ്ജസ്റ്റ്മെന്റ് പ്ലാന്റിന്റെ എടുത്തിട്ട് പ്ലാന്റ് അക്കൗണ്ടും അതിന്റെ ഡിപ്രീസിയേഷന്റെ അക്കൗണ്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലോട്ട് പോവാം. സോ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമുക്ക് വരയ്ക്കാം. അതിൽ വരുന്നത് ഫേർണിച്ചർ ആണ്. ദെൻ ഫേർണിച്ചറിന്റെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും കൂടി നമുക്ക് വരയ്ക്കാനുണ്ട്. ഈ രണ്ട് അക്കൗണ്ട് ആണ് നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനുള്ളത്. സോ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫേർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ട് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? an item of furniture purchased for ₹4,000. അപ്പൊ ഈ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അക്കൗണ്ട് വരച്ച് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ചെയ്താ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുള്ളത് 14,000 rupees ആണ്. 14,000 rupees. ഇനി ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 18,000 rupees ആണ്. സോ ബൈ ബാലൻസ് brought down, carried down, by balance carried down 18,000 rupees. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് എഴുതി, നമ്മൾ ഓപ്പണിംഗ് എഴുതി, ക്ലോസിംഗ് എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4,000 രൂപ വാല്യൂ ഉള്ള ഒരു ഫേർണിച്ചർ മേടിച്ചിട്ടുണ്ട്, പെർച്ചേസ് ആണ്. സോ പെർച്ചേസ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. സോ നമ്മൾ എവിടെ എഴുതേണ്ടി വരുന്നത്? ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റില് പർച്ചേസ് എത്രയാണ് പറയുന്നത്? 4,000 rupees. ഓക്കെ, വേറെ ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സോ 18,000 വന്നു, ഇവിടെയും 18,000 വന്നു. അപ്പൊ ഡിപ്രീസിയേഷനോ വേറെ എന്താണ് ട്രീറ്റ്മെന്റ് ഇതിന്റെ ഉള്ളിൽ വരുന്നില്ല, രണ്ട് സൈഡും ഈക്വൽ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓഫ് ഫേർണിച്ചർ വരയ്ക്കാം. അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല അവിടെ. ഇവിടെ ഡിപ്രീസിയേഷന്റെ ഇങ്ങോട്ട് എടുക്കുന്ന പരിപാടിയോ പ്ലാന്റിൽ കണ്ട പോലെ അതൊന്നും ഇല്ല. സോ നമുക്ക് ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാന്ന് നോക്കാം. 10,000 rupees ആണ് വരുന്നത്. അപ്പൊ ഇതാ
ബൈ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000 rupees. ഓക്കെ, ദെൻ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് 12,000 rupees ആണ്. അപ്പോൾ ഇതാ ടു ബാലൻസ് ക്യാരി ഡൗൺ 12,000 rupees. അപ്പൊ ഇനി നെക്സ്റ്റ് ഈ രണ്ട് ഐറ്റംസ് ഉള്ള അക്കൗണ്ട് ബാലൻസ് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത്, ഡെബിറ്റ് കൂടി ക്രെഡിറ്റ് കുറയുമ്പോൾ അഡ്ജസ്റ്റഡ് പി എൻ അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ 12,000 ആണ് കൂടുതൽ, രണ്ട് സൈഡിലും 12,000 എഴുതി, ബാലൻസ് എമൗണ്ട് 2,000 രൂപ. ഇത് എവിടേക്ക് മാറ്റണം? അഡ്ജസ്റ്റഡ് പി ആൻഡ് ബൈ അഡ്ജസ്റ്റഡ് പി ആൻഡ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് നോൺ കറന്റ് അസറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു. 4 അക്കൗണ്ട്സ് വരച്ചു. ഏതൊക്കെയാ? നമ്പർ 1 പ്ലാന്റ് അക്കൗണ്ട്, അതിന്റെ ഡിപ്രീസിയേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതും വരച്ചു. ഇവിടെ ഫർണിച്ചറും വരച്ചു, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വരച്ചു. അപ്പോൾ അക്കൗണ്ട് പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് പി ആൻഡ് അക്കൗണ്ട് വരച്ച് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണോ എന്നുള്ളത് നോക്കലാണ്. സോ അതിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. അതിനിടയിൽ ഒരു കാര്യം പറയാനുള്ള ഒരു വളരെ തമാശ ഉണ്ടായി. ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം 12:10 ഞാൻ ആക്ച്വലി ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ക്യാമറ ഓണാക്കാൻ മറന്നു. സോ ഇതൊക്കെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തതാ. അപ്പൊ ഞാൻ ഇനി വീണ്ടും മാറ്റുന്നില്ല. ഞാൻ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ഓൾറെഡി ഞാൻ ഇതൊക്കെ ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു, ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്ജസ്റ്റഡ് പി ആൻഡ് അക്കൗണ്ടില് നമുക്ക് ഓപ്പണിംഗ് ബാലൻസിനെ ആദ്യം ഡെബിറ്റ് ചെയ്യണം. സോ ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഡൗൺ 20,000 rupees, ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ 34,000 rupees. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം ക്രെഡിറ്റ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ്ഡ്. ഇനി നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ വരച്ചിട്ടുണ്ട്. അപ്പൊ നോൺ ഫണ്ട് ഐറ്റം ആണ് ഈ പറയുന്ന ഡിപ്രീസിയേഷൻ അല്ലെ, പ്രൊവിഷൻ. അപ്പോൾ അതിന്റെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുള്ളത് ഡെബിറ്റ് ചെയ്യുക. സോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് 16,000 rupees ആണ് വന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 2,000 rupees. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റില് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ ഷെയർസ് 22.5%. സോ ടോട്ടൽ 2 lakh rupees ആണ് നമ്മുടെ ഓപ്പണിംഗ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഓപ്പണിംഗ് 2 lakhs ക്ലോസിംഗ് 3 lakhs ആണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലുമാണ് നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 2 lakhന്റെ 22.5%, ദാറ്റ് മീൻസ് 45,000 rupees ആണ് ഡിവിഡൻഡ് പെയ്ഡ് വരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എഴുതേണ്ടത് ഡിവിഡൻഡ് പെയ്ഡ് ആണ് 45,000 rupees. ഓക്കെ, സോ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള ആ ഐറ്റവും നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലാന്റിന്റെ അക്കൗണ്ട് വരച്ചപ്പോൾ ഒരു 2,400 രൂപ അവിടെ ലോസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് എഴുതുന്നത് ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അഡ്ജസ്റ്റഡ് പി ആൻഡിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് 2,400. ഓക്കെ, ഇനി നെക്സ്റ്റ് റിസർവ് 2015 റിസർവും 2016 റിസർവും നോക്കുമ്പോൾ അവിടെ 1 lakh rupees ആണ് റിസർവ് 2015. 16 നോക്കുമ്പോൾ 1,20,000 കൂടിയുണ്ട്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ടു റിസർവ് ആണ്, നോൺ ഫണ്ട് ഐറ്റം ആണ്. സോ അതിനെ ഡെബിറ്റ് ചെയ്യണം, പഠിച്ചിട്ടുണ്ട്. സോ ട്രാൻസ്ഫർ ടു റിസർവ് 20,000 rupees, 1,20,000 ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ ഐറ്റംസും എടുത്തു, ഓപ്പണിംഗ് എഴുതി, ക്ലോസിംഗ് എഴുതി, നോൺ ഫണ്ട് ഐറ്റംസ് മൊത്തം കവർ ചെയ്തു. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. സോ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കൂടി ക്രെഡിറ്റ് കുറയുമ്പോൾ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. സോ ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. സോ ഡെബിറ്റ് കൂടി ക്രെഡിറ്റ് കുറഞ്ഞപ്പോൾ നമുക്ക് വന്നതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 99,400 rupees. അപ്പൊ ഞാൻ നേരത്തെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, നൈറ്റ് ആയതുകൊണ്ട് എന്താണ് ശ്രദ്ധിച്ചില്ല. ഓൾറെഡി ഞാൻ ഇതൊക്കെ ചെയ്യണ സമയത്ത് തന്നെ ആസ് യൂഷ്വൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ ഇങ്ങനൊരു അബദ്ധം പറ്റി. ഓക്കെ, എന്നാലും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ഫൈനലി നമ്മൾ വരയ്ക്കേണ്ടതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്.
അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുള്ളതാണ്. ലെഫ്റ്റ് സൈഡ് സോഴ്സ്, റൈറ്റ് സൈഡ് ആപ്ലിക്കേഷൻ. ഏതൊക്കെയാണ് ഫണ്ട് ഇങ്ങോട്ട് വന്നേ അത് സോഴ്സ് സൈഡിൽ കാണിക്കണം, ഫണ്ട് പോയത് ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലയബിലിറ്റി സൈഡ് നോക്കാം. അവിടെ ഫസ്റ്റ് ഐറ്റം ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഷെയർ ക്യാപിറ്റലിലെ ഫസ്റ്റ് ഇയർ 2 lakh, സെക്കൻഡ് ഇയർ 3 lakh ആയിട്ട് കൂടി. ദാറ്റ് മീൻസ് 1 lakh rupees അവിടെ നമുക്ക് ഫണ്ട് ഇങ്ങോട്ട് വന്നു അല്ലെ. 2 ലക്ഷം ഉള്ളത് 3 ലക്ഷമായിട്ട് കൂടി ഫണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 1 lakh എഴുതി ഫസ്റ്റ് ഐറ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം സെക്യൂരിറ്റി പ്രീമിയം, ഷെയർ പ്രീമിയം. ഫസ്റ്റ് ഇയർ നില്ല്, സെക്കൻഡ് ഇയർ 10,000. സോ 10,000 rupees അവിടെ കൂടുതൽ ഇങ്ങോട്ട് വന്നു. സോ നെക്സ്റ്റ് എഴുതാ ഷെയർ പ്രീമിയം 10,000 rupees. അപ്പൊ അതും സോഴ്സ് ആണ്, ഫണ്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? നമ്പർ 1 സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരച്ചിട്ട് നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. സോ നെക്സ്റ്റ് എഴുതാ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 82,000. ഓക്കെ, ഇനി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ചിട്ട്. അതെന്താണ്? സോഴ്സ് ആണ്. സോ നെക്സ്റ്റ് എഴുതാ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 99,400. അപ്പൊ ആ 2 ഐറ്റംസ് എഴുതി. ഇനി ഇതിന്റെ ഇടയിൽ ഞാനൊരു ഐറ്റം എഴുതി വെച്ചിട്ടുണ്ട്, സെയിൽ ഓഫ് പ്ലാൻ അല്ലെ. നമ്മൾ പ്ലാനിന്റെ അക്കൗണ്ട് വരച്ചപ്പോൾ ഒരു 1,600 രൂപയ്ക്ക് സെയിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് അതും സോഴ്സ് ആണ്, ഫണ്ട് വന്നു. സോ സെയിൽ ഓഫ് പ്ലാൻ 1,600. ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് 4,000 രൂപയുടെ പെർച്ചേസ് ഓഫ് ഫർണിച്ചർ നടത്തിയിട്ടുണ്ട്, കയ്യിൽ നിന്ന് പൈസ പോയി. അപ്പൊ അടുത്ത എഴുതിയിട്ടുള്ളത് പെർച്ചേസ് ഓഫ് ഫർണിച്ചർ 4,000 rupees. ഓക്കെ, എഴുതി. ഇനി നെക്സ്റ്റ് ഐറ്റം ഇൻവെസ്റ്റ്മെന്റ് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പണിംഗ് ബാലൻസ് 1,20,000, ക്ലോസിംഗ് ബാലൻസ് 1,60,000. ദാറ്റ് മീൻസ് 40,000 rupees നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എത്രത്തോളം പോയി. അപ്പൊ അതാണ് നെക്സ്റ്റ് ഐറ്റം ആയിട്ട് എഴുതിയിട്ടുള്ളത് പെർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 40,000 rupees. 1,20,000 ഉള്ളത് 1,60,000 ആയിട്ട് കൂടി. സോ ഡിഫറൻസ് 40,000. ഇവിടെ പെർച്ചേസ് ഓഫ് ഫർണിച്ചർ 4,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിബഞ്ചേഴ്സ് നോക്കാം. ഡിബഞ്ചേഴ്സ് ഫസ്റ്റ് ഇയർ 1,40,000 സെക്കൻഡ് ഇയർ 1 lakh rupees ആണ്. ദാറ്റ് മീൻസ് 40,000 അവിടെ തിരിച്ചടച്ചു, റീപേയ്മെന്റ് നടത്തി. അപ്പൊ നമ്മുടെ കയ്യിൽ അത്രത്തോളം പൈസ പോയി. സോ നെക്സ്റ്റ് എഴുതേണ്ടത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 40,000 rupees ആണ്. ഫൈനലി നമ്മൾ നേരത്തെ 45,000 ഡിവിഡൻഡ് ഇവിടെ ഓൾറെഡി എഴുതിയതാണ്. സോ കയ്യിൽ നിന്ന് പൈസ പോവാണ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുമ്പോൾ. സോ അത് എവിടെ കാണിക്കേണ്ടി വരും? ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കേണ്ടി വരും. അങ്ങനെയാണ് ഡിവിഡൻഡ് പെയ്ഡ് 45,000 ആപ്ലിക്കേഷനിൽ വന്നത്. അപ്പൊ രണ്ട് സൈഡിലും എല്ലാ ഐറ്റംസും എടുത്തു. ഫൈനലി നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 2,11,000 rupees ആണ് 2 സൈഡും ടാലി. ഓക്കെ, സോ ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോബ്ലം. സോ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയത്? നമ്പർ 1 ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരച്ചിട്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഇവിടെ നോക്കി. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നോൺ കറണ്ട് അസറ്റ്സിൻ്റെയും പിന്നെ ലൈബിലിറ്റി ഐറ്റംസ് ആയിട്ടുള്ള ചില ഐറ്റത്തിൻ്റെ ഒക്കെ അക്കൗണ്ട് വരച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഫൈനലി പിന്നെ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ചു. അവസാനമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് താങ്ക് യു ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് വീണ്ടും ഇത് നോക്കി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, എന്നാലും ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതിനുള്ള റിലേറ്റ് ചെയ്തുള്ള എക്സ്പ്ലെയിൻഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.